ടെക് ലോകത്തെ വാർത്തകൾ. നാസയിൽ നിന്ന് ജീവനക്കാരുടെ കൂട്ടരാജി. 3870 ജീവനക്കാർ ഒന്നിച്ച് രാജിവെക്കുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് 3870 ജീവനക്കാർ രാജിവെക്കുന്നു. അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹിരാകാശ ഏജൻസിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി 2025 ആരംഭിച്ച ഡെഫേർഡ് റെസിഗ്നേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ഇത്രയധികം ജീവനക്കാർ രാജിക്കൊരുങ്ങുന്നത്. സർക്കാർ ജീവനക്കാരെ കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപക ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂട്ടരാജിയുടെ നാസയിലെ സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം ഏകദേശം 14,000 കുറയും. കൂടുതൽ കാര്യക്ഷമതയും ചിട്ടയുമുള്ള ഒരു സ്ഥാപനമായി മാറുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് പ്രസ്താവനയിൽ നാസ വ്യക്തമാക്കി. രാജിയുടെ ആദ്യഘട്ടം 2025 തുടക്കത്തിൽ ആരംഭിച്ചിരുന്നു. ആ സമയത്ത് ഏജൻസിയിലെ 4.8% വരുന്ന 870 ജീവനക്കാർ രാജിക്ക് തയ്യാറായി. ജൂണിൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ 16.4% വരുന്ന 3000 ജീവനക്കാർ പിരിഞ്ഞുപോകാൻ സമ്മതിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭാവിയിൽ ഉണ്ടാകാവുന്ന നിർബന്ധിത പിരിച്ചുവിടലുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാജി സ്വമേധയാ ഉള്ളതാണെന്നും രാജിക്കത്തുകൾ ഇപ്പോഴും പരിശോധനയിലാണെന്നും നാസ പറയുന്നു. എന്നാൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് നാസയുടെ ദൗത്യങ്ങളെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ഏജൻസിയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പ് നേത്ര സെമി സോഹോ കോർപ്പിൽ നിന്ന് 107 കോടി രൂപ സമാഹരിച്ചു. മുൻ റൗണ്ടുകളിൽ കമ്പനി 125 കോടി രൂപ സമാഹരിച്ചിരുന്നു. മുൻ റൗണ്ടുകളെ അപേക്ഷിച്ച് സ്റ്റാർട്ടപ്പ് സമാഹരിച്ച ഏറ്റവും വലിയ ഒറ്റ ഫണ്ടാണിത്. മുൻ റൗണ്ടുകളിൽ കമ്പനി ആകെ 125 കോടി രൂപ സമാഹരിച്ചിരുന്നു. സോഹോയുടെ പിന്തുണ കമ്പനിക്ക് ശക്തമായ ഗവേഷണ വികസന സഹകരണത്തിലൂടെയും സംയുക്ത കാഴ്ചപ്പാടിലൂടെയും പുതിയ വ്യവസായ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുമെന്ന് നേത്ര സെമി സ്ഥാപകർ പറയുന്നു. കൊട്ടാരക്കര ക്യാമ്പസിൽ നേത്ര സെമിയുമായി ഗവേഷണ വികസന പദ്ധതികളിൽ സോഹോ സഹകരിക്കും. കേരള സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് നേത്ര സെമിയുടെ ഫണ്ട് സമാഹരണമെന്ന് വിപണി വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ നൂതന വീഡിയോ ശേഷികളുള്ള 2 AI ചിപ്പുകളുടെ വികസനം നേത്ര സെമി പൂർത്തിയാക്കി. ഇന്ത്യൻ വിപണിക്കായി CCTV AI ക്യാമറ ചിപ്പിന്റെ വികസനവും ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയ ബോർഡുകൾക്കും പ്ലാറ്റ്ഫോം വികസനത്തിനുമായി കരാറുകൾ നേടി. ഉൽപ്പന്ന ഗവേഷണ വികസനത്തിനായി ആഗോള പങ്കാളികളുമായി 1ലധികം MOUകളിൽ ഒപ്പുവെച്ചു. ഇത്തരത്തിൽ ശക്തമായ മുന്നേറ്റ പ്രവണത കാണിക്കുന്ന കമ്പനിയാണ് നേത്ര സെമി. 2020 ജ്യോതിസ് ഇന്ദിരാഭായ്, ശ്രീജിത്ത് വർമ്മ, ദീപ ഗീത എന്നിവർ ചേർന്ന് സ്ഥാപിച്ച നേത്ര സെമി സ്മാർട്ട് IoT ഉൽപ്പന്നങ്ങൾക്ക് സിസ്റ്റം ഓൺ ചിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ടെക്നോളജി സ്റ്റാർട്ടപ്പാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റൈലിഷ് ലുക്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുമായി ലാവ എത്തുന്നു. 10,000-ൽ താഴെയാണ് ലാവ ബ്ലേസ് ഡ്രാഗണിന്റെ വില. ലാവ ബ്ലേസ് ഡ്രാഗണിൽ 5G കണക്ടിവിറ്റിയും വേഗതയേറിയ പ്രകടനവും നൽകുന്ന സ്നാപ്ഡ്രാഗൺ 4 ജനറേഷൻ 2 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ആകർഷകമായ 3D ഗ്ലോസി ഡിസൈൻ, 5MP AI ക്യാമറ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുമായാണ് ഫോൺ വിപണിയിലെത്തിയത്. 8,999 രൂപയാണ് ഇതിന്റെ വില. ഓഗസ്റ്റ് 1 മുതലായിരിക്കും ലാവ ബ്ലേസ് ഡ്രാഗൺ വിൽപ്പനയ്ക്കെത്തുക. ലാവ ബ്ലേസ് ഡ്രാഗൺ 4G റാമും 128GB സ്റ്റോറേജുമുള്ള ഒരേയൊരു വേരിയന്റിൽ മാത്രമേ ലഭ്യമാകൂ. 9,999 രൂപയാണ് ഇതിന്റെ പ്രാരംഭ വില. ബാങ്ക് ഓഫറുകൾ ഉപയോഗിച്ചാൽ 1000 രൂപ കിഴിവ് ലഭിക്കും. ഇതിനു പുറമെ ആദ്യ വിൽപ്പന നടക്കുന്ന ദിവസം 1000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും ലഭിക്കും. 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.745 ഇഞ്ച് HD ഡിസ്പ്ലേയാണ് ഇതിനുള്ളത്. 450 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള 2.5D കർവ്ഡ് എഡ്ജാണ് ഫോണിലുള്ളത്. ഇത് വീഡിയോകൾ കാണുന്നതും ഗെയിമിംഗ് നടത്തുന്നതും കൂടുതൽ ആസ്വാദികരമാക്കി മാറ്റുന്നു. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും മികച്ച ഫോട്ടോകളും വീഡിയോകളും പകർത്തുന്ന 50MP AI ക്യാമറയാണ് ലാവ ബ്ലേസ് ഡ്രാഗണിനുള്ളത്. സെക്കൻഡറി ക്യാമറയും ഫ്രണ്ട് ക്യാമറയും എത്ര MBയുടേതെന്ന് വ്യക്തമല്ല. ഒരു LED യൂണിറ്റും ഫോണിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. MGയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാർ ഇന്ത്യൻ വിപണിയിൽ. 75 ലക്ഷം രൂപ വിലയുള്ള സൈബസ്റ്റർ ഒട്ടേറെ പ്രത്യേകതകളുമായാണ് എത്തുന്നത്. ഏഷ്യയിലെ ഏറ്റവും വേഗതയേറിയ കാർ എന്ന വിശേഷണവുമായാണ് JSW-MG മോട്ടോർ ഇന്ത്യ പുതിയ മോഡൽ പുറത്തിറക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഇലക്ട്രിക് കാർ വലിയ ശ്രദ്ധ നേടിയിരുന്നെങ്കിലും 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ശ്രദ്ധ നേടിയത്. 74.99 ലക്ഷം രൂപയാണ് MG സൈബർസ്റ്ററിന്റെ വില. ഈ കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് 72.49 ലക്ഷം രൂപയ്ക്ക് ലഭ്യമാകും. MG സൈബർസ്റ്റാർ 4 നിറങ്ങളിൽ ലഭ്യമാകും. ചുമന്ന റൂഫുള്ള ആൻഡ്രസ് ഗ്രേ, ചുവന്ന റൂഫുള്ള മോഡേൺ ബീച്ച്, കറുത്ത റൂഫുള്ള ന്യൂക്ലിയർ യെല്ലോ, കറുത്ത റൂഫുള്ള ഫ്ലയർ റെഡ് എന്നീ നിറങ്ങളാണ് ഇത് ലഭ്യമാകുക. ഇന്ത്യയിലെ 13 നഗരങ്ങളിൽ
നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള MG സെലക്ട് എക്സ്പീരിയൻസ് സെന്ററുകൾ സഞ്ചരിച്ചോ MG സെലക്ട് സന്ദർശിച്ചോ ബുക്കിംഗ് ഓൺലൈനായി നടത്താം. MG സൈബർ സ്റ്റോറിനൊപ്പം പോർട്ടബിൾ 3.3 കിലോ വാട്ട് ചാർജർ, 7.4 കിലോ വാട്ട് വാൾ ബോക്സ് ചാർജർ, സ്റ്റാൻഡേർഡ് ഇൻസ്റ്റാളേഷൻ എന്നിവയും കമ്പനി നൽകും. ആദ്യ ഉടമയ്ക്ക് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ലഭിക്കും. കൂടാതെ 3 വർഷം പരിധിയില്ലാതെ കിലോമീറ്റർ വാറണ്ടിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.